കടമ്പടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രി ശോചനീയമായ അവസ്ഥയിൽ മഴക്കാലം വന്നതോടെ പൊട്ടിയ ഓടിനടിയിലൂടെ വെള്ളമൊഴുകുകയും മരുന്നുകൾ നനയുകയും ചെയ്യുന്ന സ്ഥിതിയാണിപ്പോൾ. ആശുപത്രി കെട്ടിടം നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളവും ചെളിയും നിറഞ്ഞ മൃഗങ്ങളെ കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ആശുപത്രി പരിസരം. പഞ്ചായത്ത് അധികൃതരോട് പരാതി അറിയിച്ചപ്പോൾ വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് മറുപടി ലഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. മൃഗാശുപത്രി വാടക കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതായി ഡോക്ടർ രേഷ്മ പറഞ്ഞു. എന്നാൽ വാടക കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ സൗകര്യപ്രദമാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം 1.5 മാസം മാക്സിമം അത്ര ആയിട്ടുള്ളൂ. ട്രാൻസ്ഫർ ആയി വന്നാണ്. അപ്പൊ വന്നപ്പോ തന്നെ ഞാൻ ഈ പഞ്ചായത്തിനോട് പറഞ്ഞായിരുന്നു, ഇവിടെ തീരെ വാക്കിംഗ് ഫെസിലിറ്റി എല്ലാം ഫുള്ള് ചോർച്ചയാണ്, OP വളരെ കൂടുതലാണ്, ആനിമൽസും ആൾക്കാർ വരെ തെന്നി വീണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ കാണിച്ച് ഞാൻ പഞ്ചായത്തിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ ഉടനെ പരിഹാരം ഉണ്ടാക്കാവുന്ന നല്ലൊരു സമീപനമാണ് പഞ്ചായത്തിന് കിട്ടിയത്. പക്ഷെ അവര് പറയണേ ഇത്ര നാളും ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. അതായത് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി, ഈ കെട്ടിടം ഒരു ഉപയോഗപ്രദമല്ല എന്ന രീതിയിൽ, സുരക്ഷിതമായി പ്രവർത്തിക്കാൻ പറ്റാത്തതാണ് എന്ന രീതിയിൽ ഒരു പരാതി കിട്ടിയെന്നാണ് പഞ്ചായത്തിലുള്ളവർ പറഞ്ഞത്. അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വന്ന 1.5 മാസത്തിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ വീഴാൻ പോയി. ഇതേപോലത്തെ അവസ്ഥ ഇങ്ങനെ തെന്നി കിടക്കുകയായിരുന്നു. ഒരാൾ വീഴാൻ പോയി. അപ്പൊ അവിടെയൊക്കെ നമ്മളിപ്പോ പറയേണ്ട അവസ്ഥയാണ്, നിങ്ങൾ സൂക്ഷിച്ച് നടക്കൂ, തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. എല്ലാ റൂമും ചോർന്നൊലിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ കെട്ടിടം. പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തുകാര് ഉടനെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം അവർ സമ്മതം നൽകിയിട്ടുണ്ട്. ഇനി പക്ഷെ എത്രത്തോളം ഒരു വാടക കെട്ടിടം ഫീസിബിൾ ആവുമെന്ന് അറിയില്ല. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.